മോഡ്യൂളായിട്ടുള്ള രണ്ടാമത്തെ മോഡ്യൂളായിട്ടുള്ള എ സി സർക്യൂട്ട്സ് സീരീസ് സർക്യൂട്ട്സിൽ ലാസ്റ്റ് ഭാഗമായ റെസണൻസിൽ വരുന്നൊരു ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. റെസണൻസ് സർക്യൂട്ടാണ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് റെസണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10,000 ഹെർട്സ് ആണ്. കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 1 മൈക്രോ ഫാരഡേ ആണ്. 1 × 10⁻⁻6 ഫാരഡേ. സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് 10 വോൾട്ടാണ്. കറണ്ട് എന്ന് പറയുന്നത് 2 ആംപിയർ ആണ്. അപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കപ്പാസിറ്റീവ് റിയാക്റ്റൻസിന് തുല്യമായിരിക്കും. അപ്പോൾ റിയാക്റ്റൻസ് കാണാൻ XL - XC ആണ്. രണ്ടും തുല്യമാണെന്ന് പറഞ്ഞാൽ 2ഉം 10 ആണെങ്കിൽ 10 - 10 0 വരിക. ഇമ്പിഡൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് തുല്യമായിരിക്കും. അപ്പം കാരണം XL - XC 0 ആയി മാറി. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് ആണ്. വോൾട്ടേജ് 10 വോൾട്ട് ഡിവൈഡ് ബൈ 2 ആംപിയർ 5 ഓം ആണ്. 5 ഓം ആണ്. അടുത്തത് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/LC ആണ്. സോ പിന്നെ നമുക്ക് L ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 1/ω0² × C ആണ്. 2πf ഹോൾ സ്ക്വയർ. 2π ഈ 2 × 3.14 × 10,000 ഹോൾ സ്ക്വയർ × 1 × 10⁻⁻6 ദാറ്റ് ഈസ് 2.5 ഹെൻറി ആണ്. നമ്മൾ കോയിലിൻ്റെ റെസിസ്റ്റൻസും കണ്ടുപിടിച്ചു, കോയിലിൻ്റെ ഇൻഡക്റ്റൻസും കണ്ടെത്തി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഫ്രീക്വൻസി എന്ന് പറയുന്നത് റെസണൻസ് ഫ്രീക്വൻസി ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. താങ്ക് യു.